എന്റെ ഭഗവാനെ, എന്റെ മണ്ണാലില്ല അമ്മേ. എടി സുഗന്ധി, എന്താ അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുന്നടി ഞാൻ? എന്തിന്? എന്റെ കാലിൽ നിന്ന് ടർപ്പന്റെ തൈലം ഒന്ന് തേച്ചതാകട്ടെ. അമ്മ തൈലം തേച്ചിട്ട് ഇപ്പൊ ഞാൻ അകത്തോട്ട് പോയതല്ലേ ഉള്ളൂ അമ്മേ. വീണ്ടും വേദന തുടങ്ങിയടി ഈ തൈലം തേച്ച അങ്ങോട്ട്. എന്തൊരു കഷ്ടമാണ് പറയണേ. എന്താ എത്ര നേരമായിട്ട് നിന്നോട് ഞാൻ പറയണേ എനിക്ക് വെള്ളം ചൂടാക്കി തരാൻ, നീ അത് ചെയ്യണ്ടാ? അച്ഛാ, ഞാൻ 2 തവണ കുളിമുറിയിൽ വെള്ളം ചൂടാക്കിക്കൊണ്ട് വെച്ചില്ലേ? ഇവിടെ ഇരുന്നാ? എന്നിട്ട് അച്ഛൻ ടിവിയും കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? അപ്പൊ വെക്കവിടെ ഞാൻ വെള്ളം ചൂടാക്കി വെക്കാം, പോയി കുടിച്ചോണം. ഓ, ഷർട്ട് തെറ്റി വെച്ചായിരുന്നു. എന്റെ ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അമ്മയ്ക്ക് കുഴമ്പിട്ട് കൊടുത്ത്, അപ്പൊ പറഞ്ഞ അച്ഛന് വെള്ളം ചൂടാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഷർട്ട് കേൾക്കാൻ പറ്റിയില്ല. എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് കുഴപ്പമിട്ട് ഇപ്പഴല്ലേ തന്നത്? ഇപ്പം പറഞ്ഞപ്പോ ഇപ്പം കൊണ്ട് ഇത്തിരി തേച്ചവളങ്ങ് വെച്ചവള്. നിനക്ക് ഷർട്ട് തേച്ചെന്താടാ? എവിടെ? എനിക്ക് വെള്ളം ചൂടാക്കാൻ പറയട്ടെ, അത് ചെയ്തിട്ട് കൊടുക്ക്. വൃത്തികെട്ടോളെ, എന്താണ് കുഴമ്പ് തേച്ച് കൊടുക്കത്തല്ലേ അമ്മയ്ക്ക്? ഞാൻ തേച്ചു കൊടുത്തായിരുന്നു. എനിക്ക് 2 കൈയല്ലേ ഉള്ളു ചേട്ടാ. കണ്ട വീട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് 6 കൈയാണോ ഉള്ളത്? അതല്ല ചേട്ടാ, ഞാൻ ഓടി നടന്ന് വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുമല്ലേ. എന്നിട്ട് ഒരു ഇച്ചിരി സ്നേഹം നിങ്ങൾ ഉണ്ടരുത്. നോക്കി നിൽക്കാണ്ട് തേച്ചു കൊടുക്കണേ കുഴമ്പ്. ഇവിടെ അയ്യോ എന്റെ പൊന്നമ്മച്ചേ, എന്റെ പൊന്നമ്മച്ചേ, ഇല്ലാത്ത പൈസക്ക് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് വെച്ച എന്റെ ടർപ്പന്റെ തൈല ഈ മൂതവി പെണ്ണ് കളഞ്ഞേ. എന്റെ അമ്മയുടെ കരപ്പന്റെ തൈലം. കരപ്പനല്ലടാ, തിരുപ്പൻ. തിരുപ്പനല്ലെന്ന് ടർപ്പൻ. മോള് കരയണ്ട, അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞുതരാ. എടി, ഇവൻ ഈ ഷർട്ട് തേച്ച് മടക്കി ഇവിടുന്ന് കാലത്തെ പോണത് എന്തിനാണെന്നറിയാമോ? കണ്ട റബ്ബർ തോട്ടത്തിലിരുന്ന് ചീട്ട് കളിക്കാനാണ്. അതിന്റെ കൂടെ നല്ല നാടൻ മാറ്റും പെണ്ണ് പിടിക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കൊടുത്ത. അതുകൊണ്ട് എന്റെ മോള് പൊറുക്ക്. അല്ല, സുഗന്ധിക്കെന്നാടി മീശ വന്നത്? എനിക്ക് മീശ മാത്രമല്ല, താടിയുണ്ട്. സുരേഷേ, അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തരം അപവാദങ്ങള് നിന്റെ ഭാര്യനോട് വന്ന് പലരും പറഞ്ഞു കൊടുക്കണട്ടാ. അത് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. അതാണ് അച്ഛൻ പറയാൻ വന്നത്. അവളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട്. നാട്ടുകാർ നിന്നോട് ഇത് വന്ന് പറയുമ്പം നീ അതെന്റെ അച്ഛനോട് എന്ന് ചോദിക്കുന്ന കാര്യം എന്താടി? നീ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ. നീ പറഞ്ഞിട്ടില്ലേ? ചേട്ടൻ ഇന്നത്തെ ദിവസം എത്ര അടി അടിച്ചെന്നറിയാവോ? കള്ളാണെങ്കിൽ ഞാൻ 4 എണ്ണം അടിച്ചു. നിന്നെ അടിച്ചതാണെങ്കിൽ ഞാൻ എണ്ണിയില്ല കേട്ടോ. എന്നാ ഞാൻ എണ്ണിയിട്ടുണ്ട്. 46 അടി അടിച്ചു നിങ്ങള്. എന്നാ 4 അടി കൂടി കൂടുതൽ അടിക്കണം. അപ്പൊ നിനക്ക് ഉച്ചക്ക് 50 അടിക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അവിടുത്തെ കാണിച്ചു. ഞാൻ പോവാണ്. ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതം. അച്ഛനൊരു കാര്യം പറയാനുണ്ട് മോളെ. നിന്നിവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്ത് പണിയെടുപ്പിച്ച് കൊല്ലുന്നത് എന്റെ ഭാര്യ, അതായത് ഇവിടുത്തെ മൂദേവിയാണെന്ന് എനിക്കറിയാം. അവളെ എങ്ങനെയാണ് ഈ കുടുംബത്തിൽ കയറി വന്നതെന്നറിയാമോ? പണ്ട് എന്റെ 18-ാം വയസ്സിൽ അർത്തുങ്കപ്പള്ളിയിൽ പെരുന്നാള് കാണാൻ പോയപ്പോ ഞാൻ ആ പൊരിക്കടയിലിരിക്കുന്നു. അന്ന് അവൾ അവിടെ പൊരി മേടിക്കാൻ വന്നതാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് മുട്ടി ഉരുമ്മി എന്തിനു പറയണ മോളെ, അന്ന് ആ പൊരിക്കടയെന്ന് കൂടി അവള് ഇന്ന് ഈ വീട്ടിലിട്ട് എന്നെ നിർത്തി പൊരിക്കടി. അപ്പൊ ഇതാണ് ഇതേ പരിപാടി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. നിങ്ങളും നിങ്ങളെ മരുമോളും കൂടി എന്റെ മോനെയും കൂടെ തെറ്റിക്കാൻ പല നുണക്കഥകളും കൂടെ പറയും. ഇത്തരത്തിലുള്ള അപവാദങ്ങൾ നിന്നെ കുറിച്ച് അവള് പറഞ്ഞു പരത്തലുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഭഗവാനെ, തിമിരത്തിന്റെ ഓപ്പറേഷന് മുമ്പ് എല്ലാം കാണായിരുന്നു. ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. അല്ല, എനിക്ക് ആ മധുര വരെ ഒന്ന് പോണം. സുഗന്ധി, എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കാലിൽ തൈലം ചാടി ഇങ്ങോട്ട്. എന്തു അമ്മ ഇങ്ങനെ തൈലം കളഞ്ഞു പോയില്ലേ? എപ്പോഴും ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കാതെ എന്റെ കാലിലെടുത്ത് തൈലം തേച്ചാടി ഇങ്ങോട്ട്. കരച്ചിലും പക്കപ്പിടിയിടി കൊല്ലാതെ മാറ്റേ. ഞാൻ വേറെ തൈലം എടുത്തോണ്ട് വരട്ടെ? എടുത്തോണ്ട് പോയ എന്റെ ടർപ്പന്റെ തൈലവും കൊണ്ട് കളഞ്ഞിട്ട് നമ്മള് വേറെ ഉണ്ടാക്കാൻ വേണ്ടി. ഭഗവാനെ, ആ ചെറുക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ, ഈ പെണ്ണിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വല്ല പൂട്ടിപ്പാറിൽ നിന്നൊരു പെണ്ണിനെയാണ് കെട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ അമ്മച്ചിര കാല് നല്ലതുപോലെ തടവിത്തരമായിരുന്നു. ഇതിനെല്ലാം കാരണം എന്റെ ഭർത്താവിന്റെ മദ്യപാനോ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്നാ. എന്നാ കള്ളിനെ ഞാൻ കള്ളുകൊണ്ട് തന്നെ എടുക്കും. അമ്മച്ചി, ഞാൻ ഇപ്പൊ തന്നെ തൈലം ചൂടാക്കിക്കൊണ്ട് വരാം കേട്ടോ. പോയി എടുത്തോണ്ട് വരാം. ഇതുപോലത്തെ ഒരു പെണ്ണ് എവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ പറഞ്ഞാ മതിയല്ല. അവനെ എവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് വന്ന അമ്മച്ചിയേ, എന്റെ വന്നാലേ അമ്മച്ചിയേ. അപ്പോ എടി സുഗന്ധി,
എന്തോടി വിളിച്ചിട്ട് നിനക്ക് കേൾക്കാൻ വയ്യാടി? എന്താ വിളിച്ചു? എടി സുഗന്ധി, നീ വിളിച്ചത് കേട്ടില്ലേ എന്ന്? സുഗന്ധി അല്ല, പിന്നെ ദുർഗന്ധി. ദുർഗന്ധിയാ? നിനക്കെന്തോടെ ഭ്രാന്താ നിനക്ക്? സുഗന്ധിക്ക് മുമ്പ് എന്താ വിളിച്ച്? എടിയെന്ന്. എടീന്നോ? എടീന്ന് എന്നെ വിളിക്കാൻ നിന്റെ അമ്മയാന്നോടി എനിക്ക് പേരിട്ടത്. എന്റെ ഭഗവാനെ, ഈ പെങ്കൊച്ച് സ്വന്തം അമ്മായിയമ്മ പറയണത് കേട്ടാ എടിയെന്ന്. സ്വന്തം അമ്മായിമ്മ? നീയാന്നോടി എന്റെ സ്വന്തം അമ്മായിമ്മ? നീ എന്നെ ദ്രോഹിക്കുന്നതിന് കൊയ്യും കണക്കുണ്ട്. നിന്റെ കാലിന് എന്താ കുരുവടി? നിന്റെ കാലിന് എന്താ ഇതിന്റെ കുരുവ്? ഈ പെണ്ണെ തല്ലിക്കൊള്ളുന്നത് ഞാൻ വന്ന കാലം മുതൽ ഞാൻ കാണുന്നായിരുന്നു നിന്റെ കാലിന് എന്താ കുരുവ്? നിനക്കെന്തുവാടി? നിനക്ക് എന്താന്നോ? നിനക്കെന്താടി ഒരു ആട്ടം? എന്താന്ന്? ഞാൻ ആടും. നിനക്ക് എന്തേ? നീ എന്റെ മോന്റെ മദ്യം എടുത്ത് കുടിച്ചാടി. കുടിച്ചെങ്കി നീ കുടിച്ചെങ്കി നമ്മളെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ കാണിക്കാറില്ല. അയ്യോ അയ്യോ, നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ കുറെ നല്ലത്. മോന്റെ അച്ഛാ? മോന്റെ അച്ഛനോ? മോന്റെ അച്ഛോ? ഏത് മോന്റെ അച്ഛൻ? എന്റെ സുരേഷ്. പേര് പറ. തുളസീധര പിള്ളാത്തേയോ? അങ്ങനെ വിളിക്കണ്ട. തുളസി. എടാ തുളസി, ഇറങ്ങി വാ. എന്താണ് ഇവിടെ കിടന്നൊരു കലവിഴ? ഇവള് മദ്യവെച്ചിട്ടിരിക്കുന്നുള്ളു. അജ് കുടിച്ചോടി. കുടിച്ചെങ്കി നീ കുടിച്ചോടി. കുടിച്ചെങ്കി എവിടെ അവടി ഇങ്ങോട്ട് എടുത്തടി. ഇവള് അവന് ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നീ കുടിക്കോടി. കുടിക്കൂടാ കിളവാ, പരട്ട കിളവാ, കുടിക്കൂടാ. നിനക്ക് എത്ര വർഷമാടാ ഒരു ദിവസം ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ട് തരുന്നത്? കുളിമുറി കൊണ്ടുവെക്കുമ്പം നീ കുളിക്കത്തില്ല. പിന്നെ നീ കളഞ്ഞ് വിളിക്കും, സുഗന്ധി ചൂടുവെള്ളം കൊണ്ടുവാടി. അപ്പൊ ഞാൻ വീണ്ടും ചൂടുവെള്ളം കൊണ്ടുവരും. അപ്പഴും നീ കുടിക്കത്തില്ല. നിന്നെ ഞാൻ അമ്മായി അച്ഛനെ വിളിക്കുന്ന നീ പിന്നെ എന്താ വിളിച്ചേ? എടി പെണ്ണുപിള്ളേ, എന്റെ കാല് തിരുമ്പടി. ഭഗവാനെ, നാലാള് കേൾക്കാൻ നിറവറയുടെ മുമ്പിൽ താലി കെട്ടിക്കൊണ്ടുവന്ന പെങ്കൊച്ച് അമ്മായി അച്ഛനും അമ്മാവിയും പറയണ കേട്ടാ. നീ ചെല്ലടി. പെണ്ണുപിള്ളേ, എന്റെ കാല് തിരുമ്പടി. എന്റെ അമ്മോനിതാണാ കണ്ടോണ്ട് വന്ന നിന്റെ 16 അടി എന്തിനോടി കടലിക്ക് അന്തം കൊടുത്താലെന്താ? മോളെ എന്താ മോളെ തേക്കടി നന്നായിട്ട്. എന്ത് സുഖം. എടി നീ എന്നെ സൂഹിക്കോടി ഇങ്ങനെ. അമ്മേ, സുരേഷേ ഈ കുടുംബം തച്ചടാ. പോയടാ അച്ഛാ. ഞാൻ ഇന്ന് ഇച്ചിരി ഓവറായിട്ട് അടിച്ചെന്ന് തോന്നുന്നു. അതായത് ഇന്ന് അമ്മ ഇവരുടെ കാല് തേക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. നീ അടിച്ചതാടാ മാറിപ്പോയത്. എവളടിച്ചത് കറക്റ്റാ. എടാ, എവളെ കാലിൽ ആരാ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്? അവള് നിന്റെ മദ്യപാനം മുഴുവൻ എടുത്ത് കുടിച്ചുകൊണ്ടാണ് കാണിക്കണത്. എന്നെ തല്ലി. തല്ലി. അടിക്കോടി. അമ്മയെ വിളിച്ചത്? എന്റെ അമ്മ എന്തുവാണ് നീ വിളിച്ചത്? എടീന്നോ? നീ എന്നെ അടിച്ചോടാ? പിന്നെ അടിച്ചില്ലേ? നീ എന്നെ അടിച്ചോടാ? പിന്നെ നിന്നെ എന്ത് ചെയ്യണം? ഞാൻ ഓങ്ങി വെച്ചേക്കോ. നീ എന്നെ അടിക്കോടാ? അടിക്കോടാ? ഇനി എന്നെ അടിക്കോന്നേ? അമ്മ കേക്കണോ? അമ്മ, ഈ സുരേഷ് ചേട്ടനുണ്ടല്ലോ, സുരേഷ് ചേട്ടൻ എന്റെ കുടുംബത്തിൽ വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ഉയർന്ന നിലയിലെത്തിയത് അറിയാവോ? ഞങ്ങളുടെ അച്ഛനെ അമ്മയൊക്കെ സുരേഷ് ചേട്ടൻ പൊന്നു കൊള്ളാൻ നോക്കുന്നേ അല്ലേട്ടാ? സമ്മതിച്ചുണ്ട്. എന്നിട്ട് ആ പരം മാറി അവരെന്റെ അടിക്കോമേ. ഈ വൃത്തികെട്ട മനുഷ്യൻ, പിടിക്കരുത്, വൃത്തികെട്ട മനുഷ്യൻ അവൻ എന്നെ എന്നും തല്ലും. അങ്ങനെ തല്ലാൻ കൊള്ളാമോ അമ്മേ? കൊള്ളാമോ അമ്മേ? കൊള്ളാമോ? ഞാൻ കള്ളുകൂടി നിർത്തി.
കള്ളൂടി നിർത്തിയോ? ഞാൻ കള്ളുകുടി നീ കള്ളൂടി നിർത്തിയെങ്കിൽ ഞാൻ ഇതുപോലെ കള്ളൂടി തുടങ്ങി. എന്തിന്? ഞാൻ തുടങ്ങും. നിന്നെ തല്ലാൻ വേണ്ടിട്ട് ഞാൻ തുടങ്ങുവാ. അങ്ങനെ ഒന്നും പറയരുത്, അങ്ങനെ പറയരുത്. നീ ശരിക്കും കൂടി നിർത്തിയോ? സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് മുതൽ ഞാൻ ഇനി മേലിൽ കള്ളു കുടിക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്. നീയാണ് സത്യം, ഞാൻ ഇനി കള്ളു കുടിക്കത്തില്ല. എന്റെ അമ്മച്ചെ കൊണ്ട് സത്യം ചെയ്യ്. എന്റെ അമ്മച്ചാണ് സത്യം, ഞാൻ ഇനി കള്ളു കുടിക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പ്. 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 ഉറപ്പാണെങ്കിൽ സുരേഷേട്ടാ, ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെ എന്റെ ഒരു അഭിനയമായിരുന്നു. അഭിനയമായിരുന്നു. ആ, ഞാൻ കുടിക്കാതെ അഭിനയിച്ചപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ കുടിച്ചിരുന്നങ്ങളുടെ അവസ്ഥ എന്തായേനെ? അതിന് ഞാൻ ഇനി മേലിൽ കള്ളു കുടിക്കത്തില്ലല്ലോ. നീ കുടിക്കില്ലടാ ഇനി? ഇല്ല. ഉറപ്പാടാ? ഉറപ്പ്. നീ കേട്ടാടി, ഭാര്യയുടെ വാക്കും കേട്ടോണ്ട് അവൻ ഇന്നൂടി കള്ളൂടി നിർത്തിയത്. പെങ്കോൾ തന്നെ.